ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. MJ ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസായ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ കാണിക്കാൻ പോകട്ടോ. വൈപ്പിൻ ജെട്ടിൽ നിന്ന് വെറും 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. 1979 നവംബർ 15-നാണ് ഈ പുതുവൈപ്പ് ലൈറ്റ് ഹൗസ് ഓപ്പൺ ചെയ്തത്. പക്ഷേ പണ്ട് 1839 തന്നെ ഫോർട്ട് കൊച്ചിയിൽ ലൈറ്റ് ഹൗസ് നിലവിലുണ്ടായിരുന്നു. അന്നത്തെ ലൈറ്റ് ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൾബും ഇതൊന്നുമല്ല ഉണ്ടായിരുന്നത്, വിളക്ക് പോലെ കത്തിക്കുന്ന, എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു സംഭവമായിരുന്നു അന്നത്തെ ലൈറ്റ് ഹൗസിനുണ്ടായിരുന്നത്. അതിനുശേഷമാണ് 1979 ഈ ലൈറ്റ് ഹൗസ് പുതുവൈപ്പിലേക്ക് മാറ്റപ്പെടുന്നത്. ഇത് നമ്മൾ മുകളിലേക്ക് കയറുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ചുറ്റിയാണ് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ചില ജനലുകളൊക്കെ ഉണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പായിട്ട് കാണാം നമുക്ക്. അപ്പോൾ അതിൽ കൂടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്യൂ ആയിരിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴായിരിക്കും ഇവിടുത്തെ അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ പകുതിയോളം കേട്ടോ, 100 സ്റ്റെപ്പോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പകുതി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന വ്യൂ നോക്കി, ഈ ജനലിൽ കൂടി പുറത്തേക്ക് പടിഞ്ഞാറേക്ക് നോക്കുമ്പോൾ കടലൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ എന്തായാലും ലിഫ്റ്റൊക്കെ വർക്ക് ചെയ്യണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം കയറിച്ച് കേട്ടോ. ഇനി കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ മാത്രം കയറിയാൽ മതി. അല്ലെങ്കിൽ 256 സ്റ്റെപ്പ് കയറാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൽ കയറാനായിട്ട് ഒരാൾക്ക്, മുതിർന്നവർക്ക് വരുന്നത് 20 രൂപയുടെ ചാർജാണ് വരുന്നത് കേട്ടോ ടിക്കറ്റിന്. പിന്നെ ക്യാമറക്കാണെങ്കിൽ 5 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് എന്താണെന്ന് അറിയാൻ പാടില്ല, ഇത്തിരി സ്നേഹം കൂടിയിട്ട് 50 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറിയ ക്യാമറ ആണെങ്കിൽ 50 രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പൈസ കുറവാണ്. പിന്നെ രാവിലെ 10 മണി തുടങ്ങി 1 മണി വരെ, പിന്നെ 1:30 തുടങ്ങി വൈകിട്ട് 6 മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം വരുന്നത്. അപ്പോൾ നിങ്ങൾ കയറണമെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തേക്ക് ലിഫ്റ്റ് കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നതാണ്. ആ ലിഫ്റ്റൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം മാത്രം വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നടന്ന് കയറണമെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. 256 സ്റ്റെപ്പ് ഉള്ളെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ നടന്ന് കയറാം. ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുത്താൽ മതി. പിന്നെ കയറാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു മാസത്തിന് ശേഷം വന്നു കയറണമെങ്കിൽ ഈ അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് ഹൗസിൽ നമുക്ക് 1/2 മണിക്കൂർ മാത്രം ചിലവഴിക്കാൻ പാടുള്ളൂ. ടിക്കറ്റ് എടുത്ത് 1/2 മണിക്കൂറുള്ള നമ്മൾ തിരിച്ചു വരണമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ലിഫ്റ്റ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് മാത്രം 40 മിനിറ്റ് സമയം നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40 മിനിറ്റിനുള്ളിൽ തിരിച്ച് ഇറങ്ങിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ കാണുന്നതാണ് ഇന്ത്യൻ ഓയിലിൻ്റെ ഇത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഗ്യാസിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇത് കുറേ നാളായിട്ട് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആൾക്കാർ സമരമൊക്കെ നടത്തി, അതൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഇപ്പോൾ രണ്ടാമത് ഈ സാധനം ഇതൊക്കെ എല്ലാം പണിയെ കഴിച്ച് വലിയ ടാങ്കുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഈ BPCLൻ്റെയും അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. മറ്റേ ഭാരത് പെട്രോളിയത്തിൻ്റെ ക്രൂഡ് ഓയിലുകൾ അവിടെ കപ്പലിൽ വരുന്നതും, പിന്നെ അറ്റത്താണെങ്കിൽ ഉണ്ടല്ലോ, ഈ ദ്വീപിൻ്റെ അറ്റത്താണെങ്കിൽ ഈ LNGയുടെ ഗ്യാസിൻ്റെ പരിപാടിയാണ്. അവിടെ അതിൻ്റെ പ്ലാന്റാണ് നടക്കുന്നത്. പിന്നെ നേരെ അപ്പുറം കാണുന്നതാണെങ്കിൽ ഫോർട്ട് കൊച്ചിയാണ്. മുകളിൽ കൂടെ ഒരു പ്ലെയിനൊക്കെ പോകണം, നേവിയുടെ പ്ലെയിനൊക്കെ പോകുന്നുണ്ട്. അത് അവിടെയാണെങ്കിൽ കടലിലേക്ക് കപ്പൽ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറേ അങ്ങോട്ട് നീങ്ങിയിട്ടും കപ്പലുകളൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് അത്രയ്ക്ക് പവർ കുറവാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് കണ്ടെയ്നർ ടെർമിനലാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിറങ്ങണില്ല, എറണാകുളത്തിൻ്റെ ഒരുവിധ ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ മുകളിൽ നേരെ താഴേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ നല്ല പച്ചപ്പും തെങ്ങുകളും വീടുകളും എല്ലാം കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ്. ഓരോ ലൈറ്റ് ഹൗസിനും ഇങ്ങനെ ലൈറ്റ് തെളിയണതിൻ്റെ ഒരു ഇതുണ്ട്. അതായത് ഇവിടുത്തെ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള നിറത്തിലുള്ളതാണ്. 20 സെക്കൻഡിൽ 4 തവണ തെളിയും. അതുപോലെ ഓരോ ലൈറ്റ് ഹൗസിലും ഓരോ വ്യത്യാസങ്ങളുണ്ടാവും. ലൈറ്റിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഈ തെളിയണ സമയത്തിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ഓരോ ഷിപ്പുകളും ഇത് ഏത് സ്ഥലമാണെന്ന് തന്നെ കണ്ടുപിടിക്കണത്. പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൻ്റെ ഉയരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 46 മീറ്ററാണ്. വൃത്താകൃതിയിലും 2 പാളികളുള്ളതായിട്ടുള്ള സിമൻറ്റ് സ്തംഭത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് പണിതേക്കണം. ഇതിൻ്റെ ഈ ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിൻ്റെ ഈ ലൈറ്റ് എത്തുന്നത് 28 നോട്ടിക്കൽ മൈൽ ദൂരത്തെത്തുന്നു. 28 നോട്ടിക്കൽ മൈൽ അകലെ കിടക്കുന്ന കപ്പലുകൾക്ക് വരെ ഈ പുതുവൈപ്പ് ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലെ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽ ഹാലൈഡ് ലൈറ്റാണ്. ഡയറക്റ്റ് ഡ്രൈവ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരെ ബൈ.